Hi, good morning all. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദി ഐക്കോണൽ ഇക്വേഷൻ എന്നുള്ള പാർട്ടാണ്. Before proceeding to the general non-linear case, let us analyze the details of the special case of the Eikonal equation. We shall see that the equation also can be solved by the method of characteristics. The two-dimensional Eikonal equation takes the form ux square plus uy square equal to n square, where u equal to c, where where c is some constant or wavefronts and n is the refraction index of the medium. Okay, അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ദി ഐക്കോണൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ദി ടു ഡയമെൻഷൻ ഐക്കോണൽ ഇക്വേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടു ഡയമെൻഷണൽ ഐക്കോണൽ ഇക്വേഷൻസ് വരുന്നത്. where u equal to c are the wavefronts. Physical അതിന്റെ മീനിങ് വരുന്നത് u equal to c എന്നുള്ള u equal to a constant എന്നുള്ളത് wavefrontsഉം n is the refraction index of the medium ആയിട്ടാണ് വരുന്നത്. ഇവിടെ യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എന്നുള്ള അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ കോഷി പ്രോബ്ലം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ in the form of an initial curve gamma. Okay, we are assuming that the initial conditions are given by an initial curve gamma. നമ്മൾ gamma എന്നുള്ള curve നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. x of 0s is equal to x0, y of 0s is equal to y0, u of 0s is equal to u0 എന്നുള്ള ഫോമിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ ഗാമ എന്നുള്ള curve ആയിട്ട് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Then ഇക്വേഷൻ 1 വരുന്നത് യു എക്സ് സ്ക്വയർ പ്ലസ്, അതായത് ഐക്കോണൽ ഇക്വേഷന്റെ ടു ഡയമെൻഷൻ ഐക്കോണൽ ഇക്വേഷൻ വരുന്നത് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പൊ അതിലെ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് യു എക്സ് യു വൈ എൻ സ്ക്വയർ ഡോട്ട് യു എക്സ് യു വൈ മൈനസ് 1 ഈക്വൽ ടു 0. അതായത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഈ ഒരു ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ അതിനെ യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എന്നുള്ള ഫോമിൽ തന്നെ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നൗ ഇറ്റ്സ് ഈക്വൽ ടു യു എക്സ് യു വൈ മൈനസ് 1 എന്നുള്ളതിന് നമുക്ക് ഡെൽറ്റ യു എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അതായത് യു ഓഫ് എക്സ് വൈ is equal to യു എക്സ് യു വൈ എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ യു എക്സ് യു വൈ മൈനസ് 1 എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെൽറ്റ യു ഗ്രേഡിയന്റ് ഡെൽറ്റ യു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു എക്സ് യു വൈ മൈനസ് 1 എന്നുള്ള ഫോമിലാണ് വരിക. അപ്പം യു എക്സ് യു വൈ എൻ സ്ക്വയർ ഡോട്ട് ഡെൽറ്റ യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പം നമുക്ക് യു ഓഫ് എക്സ് വൈ എന്നുള്ള നമ്മൾ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു കേവ് നമ്മൾ കൺസിഡർ ചെയ്യുക. യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു കേവ് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ യു ഓഫ് എക്സ് വൈ എന്നുള്ള കേവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈക്ക് നോർമൽ ആയിട്ടാണ് വരുന്നത്. ഡെൽറ്റ യു എന്നുള്ളത് യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള കേവിന് നോർമൽ ആയിട്ടാണ് വരുന്നത്. അപ്പം നോർമൽ ആയതുകൊണ്ട് യുവിന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു പ്ലെയിനിലായിട്ട് ഒരു പ്ലെയിനിലുള്ള കേവ് ആയിട്ടാണ് നമ്മൾ യു ഓഫ് എക്സ് വൈനെ നമ്മൾ എടുക്കുന്നത്. അതിൽ ഡെൽറ്റ യു എന്നുള്ളത് ആ പ്ലെയിനിൽ യു എന്നുള്ളതിന് നോർമൽ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കറിയാവുന്ന നമ്മൾ എടുത്തിട്ടുള്ള ഇക്വേഷൻ യു എക്സ് യു വൈ എൻ സ്ക്വയർ ഡോട്ട് ഡെൽറ്റ യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് യു എക്സ് യു വൈ എൻ സ്ക്വയർ ഈസ് ടാൻജൻഷ്യൽ ടു യു. അതായത് ഡെൽറ്റ യു എന്നുള്ളത് യുവിന് പെർപെൻഡിക്കുലർ ആണ്. യു എക്സ് യു വൈ എൻ സ്ക്വയർ എന്ന ഡോട്ട് ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. അതായത് ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഡെൽറ്റ യു എന്നുള്ളത് യുവിന് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ ഡെൽറ്റ യു എന്നുള്ളത് യു എക്സ് യു വൈ എൻ സ്ക്വയർ എന്നുള്ളതിനും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് യു എക്സ് യു വൈ എൻ സ്ക്വയർ എന്നുള്ളത് യു എന്നുള്ളതിന് ടാൻജൻഷ്യൽ ആയിരിക്കും. Therefore, the vector ux uy n square is tangential to the solution surface u equal to uxy.
to very അപ്പോൾ ഇത് നമുക്ക് ഇത് ഒരു ഫിസിക്കലി ജോമെട്രിക്കലി നമുക്ക് u of xy u of x sorry ux uy n square is tangent to u equal to u of xy എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ആൾജിബ്രിക്കലി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് we are taking നമുക്ക് എടുത്തിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളത് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഇക്വേഷൻ 1 എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഐക്കോണൽ ഇക്വേഷൻ വരുന്നത് ux square plus uy square equal to n square എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ux into ux plus uy into uy equal to n square എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അതായത് dx by dt equal to ux എന്ന ux ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിനെ നമുക്ക് dx by dt equal to ux, dy by dt equal to uy, du by dt equal to n square എന്നുള്ള ഫോമിൽ നമുക്ക് തന്നിട്ടുള്ള ഐക്കോണൽ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിനെ എടുക്കാൻ പറ്റും. Now, since ux and uy are unknown at this stage, നമുക്ക് ux എന്താ uy എന്താ എന്നുള്ളത് ഇപ്പോൾ അറിയില്ല. പക്ഷേ u of xy നമ്മൾ ലേറ്റർലി സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ u of xy കിട്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ux എന്താ uy എന്താ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ at this stage we don't know about the ux and uy. So we are differentiating dx by dt and dy by dt once again. When we are differentiating dx by dt equal to ux once again with respect to t, we get d square x by dt square equal to d by dt of ux. Now ux is a function of x and y, so we can when we are differentiating ux with respect to t, then we have to use the chain rule. Therefore d by dt of ux is equal to d by dx of ux into dx by dt plus d by dy of ux into dy by dt. That is uxx into dx by dt plus uxy into dy by dt. Now dx by dt equal to, again dx by dt equal to ux, we are substituting that value, then we are getting uxx into ux plus uxy into uy. Now this can be taken as it's equal to 1 by 2 into dou by dou x of ux square plus uy square. ux square plus uy square എന്നുള്ളതിനെ with respect to x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ux സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2ux into ux ന്റെ with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uxx plus 2uy into uxy എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് uxx into ux plus uxy into uy എന്നുള്ളതിനെ half into dou by dou x of ux square plus uy square എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. Now ux square plus uy square is equal to, by the given equation 1, ux square plus uy square equal to n square. We are substituting that value. Now it's equal to half into dou by dou x of n square xy. ux square plus uy square equal to n square എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഐക്കോണൽ ഇക്വേഷനിൽ വരുന്ന ഇതായതുകൊണ്ട് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ux square plus uy square എന്നുള്ളതിന് n square എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dou by dou x ഇതിനെ we can written as 1 by 2 into n square xy with respect to derivative with respect to x. അപ്പോൾ ഇതിനെ ഈ ഒരു ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും and we are putting it as equation number 3. ഇതേപോലെ തന്നെ d square y by dt square നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതേ സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ with respect to uy ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ux x into dx by with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uxy into dy by dt plus uyy into dy by dt എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർലി വി ആർ ഗെറ്റിംഗ് d square y by dt square is equal to 1 by 2 into dou by dou y of n square xy. It's equal to 1 by 2 into n square of xy. Its derivative with respect to y, n square of xy y എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. d square x by dt സ്ക്വയറും d square y by dt സ്ക്വയർ നമുക്ക് half into n square half into dou by dou x of n square and half into dou by dou y of n square എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടി. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് u equal to u of xy എന്നുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. Now to find the solution u equal to u of xy of the Eikonal equation 1, du by dt is equal to, we are taking du by dt equal to dou u by dou x into dx by dt plus dou u by dou y into dy by dt എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ du by dt എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Since u is a function of x and y. Now it's equal to
ux into dou u by dou x എന്നുള്ളതിന് ux into dx by dt equal to നമുക്ക് ഇവിടെ dx by dt equal to നമ്മൾ dx by dt equal to equation 2 ൽ നമ്മൾ എടുത്തിട്ടുണ്ട് dx by dt equal to ux and dy by dt equal to uy du by dt equal to n square എന്നുള്ള വാല്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ dx by dt equal to ux dou u by dou y equal to uy dy by dt equal to again uy that is ux square plus uy square that is du by dt equal to we are getting n square. Put it as equation number 5. Now equation 5 can be written as അപ്പോൾ നമുക്ക് du by dt equal to n square എന്നുള്ള ഫോമിൽ ഇക്വേഷൻ കിട്ടി. അതായത് du by dt എന്ന് പറയുന്നത് d by dt of u of xt yt is equal to n square of xt yt എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇത് u എന്ന് പറയുന്നത് നമ്മൾ x ലും y ലും ഉള്ള അതായത് x ഉം y ഉം t ലുള്ള ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ 5 ഈ ഒരു ഫോമിൽ വന്നതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t ഇന്റഗ്രേറ്റ് വി ആർ ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to t ഇന്റഗ്രേറ്റ് ചെയ്യുക. 0 to t ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വേരിയബിൾ t എന്നുള്ള വേരിയബിളിനെ നമ്മൾ ടോ എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ടോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്റഗ്രൽ 0 to t d by dt of u of x tau y tau d tau is equal to ഇന്റഗ്രൽ 0 to t n square of x tau y tau d tau എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്റഗ്രൽ 0 to t ഈ ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ u of x tau y tau 0 to t ഇന്റഗ്രൽ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡ് വരുന്ന ഇന്റഗ്രൽ 0 to t n square of x tau y tau d tau എന്നുള്ള ഫോമിൽ എഴുതി. ഇനി ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ u of xt yt minus u of x0 y0 is equal to റൈറ്റ് സൈഡ് സെയിം തന്നെ. അപ്പം ഇതിനെ നമുക്ക് u of xt yt is equal to u of x0 y0 plus integral 0 to t n square of x tau y tau d tau എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Therefore we are getting the solution is in this form u of xt yt is equal to u of x0 y0 plus integral 0 to t n square of x tau y tau d tau എന്നുള്ള ഫോമിലാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്, ഐക്കോണൽ ഇക്വേഷന്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ ഒരു റിമാർക്ക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് കിട്ടിയിട്ടുള്ളത്, ഇവിടെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് നമ്മൾ ഇക്വേഷൻ 2 dx by dt equal to ux dy by dt equal to uy du by dt equal to n square എന്നുള്ള ഫോമിലാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ux എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അറിയില്ല. അതേപോലെ uy എന്താണ് എന്നുള്ളത് നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ux എന്താണ് uy എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന് ഒരു പ്രാവശ്യം കൂടെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. d square x by dt square and d square y by dt square എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് x of 0s y of 0s എന്നുള്ള എക്സിന്റെയും വൈന്റെയും ഇനീഷ്യൽ കണ്ടീഷൻ മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു യുണീക് സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് എക്സ്ടിയുടെയും വൈടിയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സിൻസ് ദി ഒറിജിനൽ ഇക്വേഷൻ 2 ഇൻവോൾവ്സ് ദി ഡെറിവേറ്റീവ്സ് ഓഫ് u that are unknown at this stage, we eliminate these derivatives by differentiating the characteristic equations once more with respect to t. Then we obtain equation 3 and 4 which are second order equations. Hence the single initial condition gamma is not enough to get the solution, but we must provide the initial condition of the derivatives xt yt too. അപ്പോൾ എക്സ്ടിയുടെയും വൈടിയുടെയും ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.